Dear students, welcome back. Now, last class, algorithm algorithm advantages next algorithm representation flowchart. Flowchart is a pictorial representation of algorithm. അതായത് നമ്മൾ കുറേ വേർഡ്സ് കൊണ്ട് നമ്മളൊരു കാര്യം പറയുന്നതിനേക്കാൾ എളുപ്പത്തിൽ കുറച്ചൊരു പിക്ചേഴ്സ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് ഈസ് ഈക്വൽ ടു 100 വേർഡ്സ് എന്നാണ് പറയുക. അതായത് നമ്മളൊരു 100 വാക്ക് കൊണ്ട് പറയുന്ന കാര്യത്തെ നമുക്കൊരു ഇമേജ് കൊണ്ട് റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ഐ ക്യാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറുന്നത് എന്തായിരിക്കും? ഇമേജസ് ആണ് വേർഡ്സിനേക്കാൾ കൂടുതലായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഒരു ലോജിക്ക് റിപ്രസെൻറ്റ് ചെയ്യാൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫ്ലോ ചാർട്ട്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു പ്രോബ്ലത്തിൻ്റെ അതായത് നമ്മൾ ഏത് പ്രോബ്ലമാണോ സോൾവ് ചെയ്യേണ്ടത് ആ പ്രോബ്ലത്തിൻ്റെ ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യായിരിക്കും ഏറ്റവും നന്നായിരിക്കും. ഓക്കെ, എ ഫ്ലോ ചാർട്ട് ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് diagrammatic representation of logic paths to solve a given problem, or a flow chart is a visual or graphical representation of an algorithm. So, അൽഗോരിതത്തിനെ ഗ്രാഫിക്കലായിട്ട് റിപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അൽഗോരിതത്തിൻ്റെ ഓരോ സ്റ്റെപ്സിനും അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ഓരോ പ്രോസസ്സിനും ഡിഫറെൻറ്റ് ഗ്രാഫിക്കൽ സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഡിഫറെൻറ്റ് സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചാർട്ടിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, and the advantages of flow chart. This one, better communication. അതായത് നമുക്കൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി കാണിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഡാറ്റ ഫ്ലോ അല്ലെങ്കിൽ പ്രോഗ്രാം ലോജിക്കിൻ്റെ ഫ്ലോ എന്താണെന്നുള്ളത് കാണിക്കാൻ എളുപ്പമായിരിക്കും. അതായത് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. പിന്നെ എഫിഷ്യൻ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു പ്രോബ്ലമാണ് സോൾവ് ചെയ്യേണ്ടതെങ്കിൽ ആ പ്രോബ്ലത്തിനെ നമുക്ക് ഡിഫറെൻ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ പാർട്ടിനെയും ഫ്ലോ സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ പാർട്ടിനെ സെപ്പറേറ്റ് ആയിട്ട് പിക്ചേഴ്സ് ഉപയോഗിച്ചിട്ട് റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഓരോ പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തുള്ള തിങ്സ് അതായത് അതിൽ നമ്മൾ എഴുതിയിരിക്കുന്നതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, effective synthesis. The flowchart shows the logic of a problem displayed in pictorial fashion which facilitate easier checking of an algorithm. അത് ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് നമ്മൾ എഴുതാണ്. ഒരു വലിയ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുമ്പം അതിൽ പ്രോഗ്രാംസ് ഓരോ ആൾക്കാരും ഓരോരോ പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഓരോ പാർട്ടിൻ്റെയും ഫ്ലോ ചാർട്ട് റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഏറ്റവും അവസാനം എല്ലാം കൂടി ഒന്നിച്ച് ചേർക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ പാർട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, അതിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, പ്രോപ്പർ പ്രോഗ്രാം ഡോക്യുമെൻറ്റേഷൻ. ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം അത് തന്നെ ഭാവിയിൽ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിനകത്ത് നമ്മൾ കുറച്ചുകൂടി എക്സ്റ്റൻഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലോ ചാർട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എഫിഷ്യൻറ്റ് കോഡിങ്, അതായത് ഫ്ലോ ചാർട്ട് ഉപയോഗിച്ചിട്ട് ഫ്ലോ ചാർട്ടിൽ നിന്ന് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതായിരിക്കും കുറേ കൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഏതൊക്കെ പ്രോഗ്രാംസ് ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിൽ എന്തൊക്കെ സ്റ്റെപ്സ് അതിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെയുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാം. എന്തുപയോഗിക്കുമ്പോഴാണ് ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അൽഗോരിതം എഴുതുന്നതിനേക്കാൾ പെട്ടെന്ന് മനസ്സിലാവും ഫ്ലോ ചാർട്ട് യൂസ് ചെയ്തിട്ടായിരിക്കും. സിസ്റ്റമാറ്റിക് ഡീബഗ്ഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ചാർട്ട് ഇസ് ഹെൽപ്ഫുൾ ടു ഡിറ്റക്ടിങ് ആൻഡ് ലൊക്കേറ്റിംഗ് ആൻഡ് റിമൂവിങ് മിസ്റ്റേക്സ് ഇൻ എ പ്രോഗ്രാം in a systematic manner because programmers find it easier to follow the logic of the program in flow chart. അപ്പോൾ നമുക്ക് സിസ്റ്റമാറ്റിക് ഡീബഗ്ഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഗ്സ് ഉണ്ടെങ്കിൽ ആ ബഗ്സിനെ ഒഴിവാക്കുന്ന പ്രോസസ്സിനെയാണ് ഡീബഗ്ഗിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ലൂപ്പിംഗ് എറേഴ്സ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ലോജിക്കിൽ വരുന്ന എറേഴ്സ് ആണെങ്കിൽ നമുക്ക് ഫ്ലോ ചാർട്ട് നോക്കിയിട്ട് ഒന്നുകൂടി നമുക്ക് അതിനകത്ത് എറേഴ്സ് എവിടെയാണ് വരാനുള്ള കാര്യം അത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ സിസ്റ്റമാറ്റിക് ടെസ്റ്റിംഗ്, അതായത് ടെസ്റ്റിങ്ങിൻ്റെ ടൈമിലാണ് ശരിക്കും നമ്മൾ സിസ്റ്റമാറ്റിക് ഡീബഗ്ഗിംഗ് ചെയ്യുന്നത്. നമ്മളൊരു സാമ്പിൾ വാല്യൂസ് കൊടുത്തിട്ട് ആ ഫ്ലോ ചാർട്ടിൻ്റെ ഫ്ലോ ഏതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെയാണോ ചെയ്യുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ വരുന്ന മിസ്റ്റേക്സിനെ നമുക്ക് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം
ടെസ്റ്റിങ്ങിൻ്റെ കേസിൽ ശരിക്കും ചെയ്യുന്നത് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്തൊരു ആവശ്യം, ഏത് ടൈപ്പ് പ്രോബ്ലംസ് ആണോ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രോബ്ലം കറക്റ്റായിട്ട് അതെന്നെ കൊടുക്കാവുന്ന ഏതൊരു ഇൻപുട്ട് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും അതിനകത്ത് റെസ്പോണ്ടിങ് ആയിട്ട് കറക്റ്റായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് മാനുവലി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ മാനുവലി ടെസ്റ്റ് ചെയ്യുമ്പം അത് ഓക്കെ ആണെങ്കിൽ നമുക്കതിൻ്റെ കോഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റിട്ടേൺ ആയിട്ടുള്ള എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഫ്ലോ ചാർട്ടിൻ്റെ കേസിലാണെങ്കിൽ അത് നമ്മൾ ഓരോ സ്റ്റെപ്പിനെ റിപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. എ മെത്തേഡ് ഓഫ് റിപ്രസെൻറ്റിംഗ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലോജിക്കൽ പ്രൊസീജിയർ ഫോർ സോൾവിംഗ് പ്രോബ്ലമാണ് algorithm. Flowcharting is a diagrammatic representation of an algorithm. It is constructed using different types of boxes and symbols. An algorithm contains step-by-step English description, each step representing a particular operation leading to a solution of problem. The flowchart employs a series of dots and arrows, each of which represents a particular steps in algorithm. Then in an algorithm, these are particularly useful for small problems, and flowcharts are detailed representation of complicated programs. അപ്പോൾ അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമുക്ക് കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാംസ് എഴുതുമെന്ന് പറയുമ്പോൾ ലെങ്തി ആയിരിക്കും. ഒരു സെറ്റ് ഓഫ് അതായത് കുറേ വലുതായിട്ടുള്ള പ്രോഗ്രാംസ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ആ ഒരു പ്രോഗ്രാമിൻ്റെ ഫ്ലോ അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് വരുന്നത് ഫ്ലോ ചാർട്ട് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഓരോ മൊഡ്യൂൾസിനകത്തും എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഫോർ കോംപ്ലക്സ് പ്രോഗ്രാംസ് അൽഗോരിതം proved to be inadequate, and in the case of flowchart, the flowchart proved to be adequate. Okay. Then the different symbols used in flowchart. There are mainly 7 symbols are used in flowchart to represent different operations. അപ്പോൾ ഇവിടെ നമ്മൾക്ക് റിപ്രസെൻറ്റ് ഫ്ലോ ചാർട്ടിനകത്ത് മെയിനായിട്ട് വരുന്നത്, അതായത് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് ഓവൽ ഷേപ്പാണ്. ഓവൽ ഷേപ്പ് റിപ്രസെൻറ്റ്സ് ദ ടെർമിനൽ സിംബൽസ് ഇസ് യൂസ്ഡ് ടു റിപ്രസെൻറ്റ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഓഫ് എൻ അൽഗോരിതം. ഒരു അൽഗോരിതത്തിൻ്റെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിനെ റിപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ടെർമിനൽ സിംബൽസ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലുള്ള സിംബൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓവൽ ഷേപ്പിലുള്ള സിംബൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പം ഇതിനുള്ളിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കണം ഇത് സ്റ്റാർട്ട് സിമ്പിളാണോ സ്റ്റോപ്പ് സിമ്പിളാണോ, കാരണം രണ്ടിനും ഒരേ സിമ്പിൾസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. The next one, parallelogram. Parallelogram is used to represent the input and output operations. Input output operations ആയതുകൊണ്ട് അതിനകത്ത് ഇൻപുട്ട് ഓപ്പറേഷനും ഔട്ട്പുട്ട് ഓപ്പറേഷനും പാരലലോഗ്രാം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് റിപ്രസെൻറ്റ് ചെയ്യണം ഇൻപുട്ട് ഓപ്പറേഷൻ ആണോ ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആണോ. പൊതുവേ ഇൻപുട്ട് ഓപ്പറേഷൻസ് ആണെങ്കിൽ നമ്മളവിടെ റീഡ് എന്നുള്ള ഓർ ഇൻപുട്ട് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യാറ്. ഔട്ട്പുട്ട് ഓപ്പറേഷൻസിൻ്റെ കേസിൽ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ റൈറ്റ് ഓർ പ്രിന്റ് ഓർ ഡിസ്പ്ലേ, ഈ വേർഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ടെർമിനൽ സിമ്പിൾസ് സ്റ്റാർട്ട് സിമ്പിളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന് ഒരു എക്സിറ്റ്, ഈ ഒരു ടെർമിനലിൽ നിന്ന് പുറത്തോട്ട് പോകാനുള്ളൊരു ആരോ ആണ് യൂസ് ചെയ്യാറ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഔട്ട്പുട്ടിനാണെങ്കിൽ ഇൻകമ്മിങ് ആയിട്ടുള്ള ഒരു ഫ്ലോ ഡയഗ്രാമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം പാരലലോഗ്രാംസ് യൂസ് ചെയ്യുമ്പം ഇതേപോലെ പാരലലോഗ്രാമിൽ ഒരു ഇൻപുട്ട് ഉണ്ടാവും, അതുപോലെ ഒരു ഔട്ട്പുട്ട് ഡയറക്ഷനും ഉണ്ടാവും. ഇൻപുട്ട് വാല്യൂ വരുന്നു, അത് പ്രിന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റീഡ് ചെയ്യാനാണെങ്കിൽ ആ റീഡ് ചെയ്യുകയും ചെയ്യാം. ദെൻ ആ നെക്സ്റ്റ് വരുന്നത് ഔട്ട്പുട്ട് ലൈൻ ഉണ്ടായിരിക്കും. ഒരു സിംഗിൾ ലൈൻ ഇൻപുട്ട് ആൻഡ് സിംഗിൾ ലൈൻ ഔട്ട്പുട്ട് കണക്ഷനാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, പാരലലോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, rectangle. Rectangle is used to indicate a set of processing operations. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഷണൽ ഓപ്പറേഷൻസ് അവർ അസൈൻമെൻറ്റ് ഓപ്പറേഷൻസ് ഒക്കെ റിപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, റെക്ടാങ്കിൾ ഷേപ്പ് യൂസ് ചെയ്യുന്നത്. ഈ റെക്ടാങ്കിൾ ഷേപ്പിലും ഒരു ഇൻപുട്ട് ലൈനും അതുപോലെ ഒരു ഔട്ട്പുട്ട് ലൈനും ആയിരിക്കും ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഡിസിഷൻ മേക്കേഴ്സ്. ഡിസിഷൻ മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. പൊതുവെ ലൂപ്പിംഗ് ആൻഡ് ബ്രാഞ്ചിങ്ങിൻ്റെ കേസിലാണ് ഡിസിഷൻ മേക്കിംഗ് സിമ്പിൾസ് യൂസ് ചെയ്യുന്നത്. ഡയമണ്ട് സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. ഈ ഡയമണ്ട് സിമ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് അവിടെ വെച്ചിട്ട് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യണം. യെസ് ഓർ നോ എന്ന ആൻസർ വരുന്ന ലോജിക്കൽ
അല്ലെങ്കിൽ ലോജിക്കൽ ഓർ ബൂളിയൻ കോൺസ്റ്റൻസ് ആൻസർ ആയിട്ട് വരുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് എന്തിലെടുക്കുന്നത്, ഈ ഡയഗ്രം സിംബൽസ് ഉപയോഗിച്ചിട്ട് റിപ്രസെന്റ് ചെയ്യുന്നത്. The diamond is used to indicate the step of decision making and therefore known as decision box. Decision boxes are used to test the condition or ask questions, and depending upon the answers, the appropriate actions are taken by the computer. Decision box symbols there are only one entry point and 2 or 3 exit points. അതായത് ഈ ഒരു ഡിസിഷൻ മേക്കറിനകത്ത് ഒരു എൻട്രി പോയിന്റും ഇതിൻ്റെ ബാക്കിയുള്ള 3 എൻട്രിയിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിറ്റ് മാർക്ക് ചെയ്യാൻ കഴിയും. എക്സിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഡിസിഷൻ മേക്കിങ്ങിന് ഡിപ്പെൻഡ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്, ഇഫ് ആൻസർ ഇസ് യെസ്, ഇപ്പം ആൻസർ യെസ് ആണെങ്കിൽ യെസ് എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിൾ, നോ ആണെങ്കിൽ നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ നമുക്ക് അതേപോലെ ഒരു വാല്യൂ ഇഫ് എക്സ് ഇസ് ലെസ് ദാൻ 3 എന്ന് കൊടുത്തിട്ടാണ് കണ്ടീഷൻ കൊടുക്കുന്നത്. എക്സിൻ്റെ വാല്യൂ വെദർ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, 2 എന്ന് 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 3 സിമ്പിൾസ് എന്ത് ഔട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ, ദ ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാം, ദ ഇമ്പോർട്ടൻറ്റ് സിമ്പിൾ ഫ്ലോ ലൈൻസ്. ഫ്ലോ ലൈൻസ് ഇൻഡിക്കേറ്റ്സ് ദ ഫ്ലോ ഓഫ് ഓപ്പറേഷൻ. ആ ഒരു ഫ്ലോ ചാർട്ട് റിപ്രസെൻ്റ് ചെയ്യുന്ന ഓപ്പറേഷൻസിൻ്റെ ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, ഫ്ലോ ലൈൻസ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് 4 ടൈപ്സ് ഓഫ് ഫ്ലോ ലൈൻസ് ആണുള്ളത്, അപ്പ് ആൻഡ് ഡൗൺ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ഓക്കെ, every line must have an arrow on it to indicate the direction. The arrows may be in any direction. It is in up and down direction or left and right directions. Okay. Next one, on-page connector. The on-page connector എന്ന് പറയുന്നത് നമുക്ക് ഫ്ലോ ചാർട്ട്സ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് റൂൾസ് ഉണ്ട്. ഒരിക്കലും ഈ യൂസ് ചെയ്തിരിക്കുന്ന ഫ്ലോ ലൈൻസ് ക്രോസ് ചെയ്യാൻ പാടില്ല, ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ക്രോസിംഗ് ഓർ ഓവർലാപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ കണക്ടർ സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിംഗിൾ പേജിനുള്ളിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യണമെങ്കിലാണ് ഓൺ പേജ് കണക്ടർ ഉപയോഗിക്കുന്നത്. The circles are used to join the different parts of a flowchart, and these circles are called on-page connectors. The uses of these connectors give a neat shape to the flowchart. In a complicated problem, a flowchart may run into several pages. The part of the flowchart on different pages are to be joined with each other. The parts to be each joined are indicated by the circle. The circles ഉപയോഗിച്ചിട്ടാണ് ഒരു പേജിനകത്തുള്ള ഫ്ലോ ചാർട്ടിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സർക്കിൾസ് യൂസ് ചെയ്യുമ്പം, അതായത് നമ്മൾ മോർ ദാൻ 1 കണക്ടേഴ്സ് ഒരു ഫ്ലോ ചാർട്ടിനകത്ത് യൂസ് ചെയ്യുമ്പോൾ ആ കണക്ട് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ ഫ്ലോ ചാർട്ടിനുള്ളിൽ നമ്മളൊരു റൈറ്റിങ്സ് എഴുതുക, അതായത് ലെറ്റേഴ്സ് എഴുതും. ഒന്നുകിൽ 1 എന്ന അല്ലെങ്കിൽ എ എന്ന ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു റിപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഒരു സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, the next one, off-page connector. This connector represents a break in the path of flowchart which is too large to fit in a single page. It is similar to on-page connector. The connector symbol marks where the algorithm ends on the first page and where it continues on the second page. ഒന്നിലധികം പേജസിനകത്ത് ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ റൈറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഫ്ലോ ചാർട്ടിൻ്റെ നെക്സ്റ്റ് പേജ് എവിടെ വേണമെങ്കിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ ലാസ്റ്റ് പേജ് എവിടെ എൻഡ് ചെയ്തു എന്നുള്ളത് റിപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പേജിന് ഓഫ് പേജ് കണക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗൈഡ് ലൈൻസ് ഫോർ ഡ്രോയിങ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് ഡ്രോ ചെയ്യുമ്പോഴുള്ള ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ്ലി ഡിസ്ക്രൈബ് ദ പ്രോസസ് ടു ബി charted. Usually direction of flow of process is from left to right or top to bottom. Run your return lines under your flowchart, making sure that they do not overlap. Maintain consistent spacing between symbols. Use the correct symbol for each steps. Only one flow line come out from a process symbol, and only one flow line should enter a decision symbol, and however 2 or 3 flow lines and leave the same decision symbol. Only one flow line used in conjunction with the terminal symbols. It is important to ensure that a flowchart has a logical start and end. A flowchart have only one start symbol. However, it can sometimes lead to more than one terminal symbols.
It is also important to stop a flowchart at a logical conclusion. Okay. Next, pseudocode. Pseudocode എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കൂടെ ഓർഡിനറി ലാംഗ്വേജ് കൂടി ഉപയോഗിച്ചിട്ട് റൈറ്റ് ചെയ്യുന്നത്. അതായത് കമ്പ്യൂട്ടർ ലാംഗ്വേജിൻ്റെ കംപ്ലീറ്റ് സിൻടാക്സ് ഉപയോഗിക്കാതെ അതിലുള്ള ചെറിയ സ്റ്റോൺസ് യൂസ് ചെയ്യുക. ദെൻ ഓർഡിനറി ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ട് അൽഗോരിതം റിപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, സ്യൂഡോകോഡ് എന്ന് പറയുന്നത്. Pseudocode is neither an algorithm nor a program. It is an abstract form of a program. It consists of English-like statements which perform the specific operations. It is defined for an algorithm. It does not use any graphical representation. In pseudocode, the program is represented in terms of words and phrases, but the syntax of program is not strictly followed. ഇപ്പം നമുക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് കണ്ണിൻ്റെ ഒരു പ്രോഗ്രാം. അപ്പോൾ അതിന് സ്യൂഡോകോഡ് എഴുതുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്പേഴ്സ് റീഡ് ചെയ്യുന്നു, സം ഡിഫറൻസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് പ്രോഡക്റ്റ് ഡിവിഷൻ ഓപ്പറേഷൻ ചെയ്തു, ദെൻ ആ വാല്യൂസ് എല്ലാം പ്രിൻ്റ് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ സ്യൂഡോകോഡിനകത്ത് നമ്മൾ അൽഗോരിതം ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 അങ്ങനെ സ്റ്റെപ്സ് പറഞ്ഞിട്ട് എഴുതാറുണ്ട്. സ്യൂഡോകോഡും അതുപോലെ സ്റ്റെപ്സ് വെച്ചിട്ട് എഴുതാം. പ്ലസ് അതിൻ്റെ കൂടെ എന്തുകൂടി ഉപയോഗിക്കാം, നമുക്ക് ഇൻഡൻറ്റേഷൻ ഉപയോഗിച്ചിട്ട്, അതായത് സ്പേസിങ് ഉപയോഗിച്ചിട്ട് ഓരോ ടൈപ്പിനെയും നമുക്ക് വേർതിരിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന നമുക്കൊരു സ്യൂഡോകോഡ് വെച്ചിട്ടാണ് റൈറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ദെൻ നമുക്കിവിടെ ഒരു സ്പേസ് വിട്ടിട്ട്, അതായത് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇവിടേക്ക് വരുന്നു എന്നുള്ള രീതിയിൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ സി ദെൻ പ്രിൻ്റ് എ ഈസ് ലാർജസ്റ്റ്. Then else print C is largest. Then else if B greater than C. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരി ഇൻഡൻറ്റേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് ഓരോ ഈഫും അതിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള എൽസ് ഓരോ ലൈൻ സിംഗിൾ കോളത്തിനകത്ത് വരുന്ന രീതിക്കാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതാവുന്നതാണ്. അപ്പം അൽഗോരിതത്തിനെ വേണം നമുക്ക് സ്യൂഡോകോഡ് ഉപയോഗിച്ചിട്ട് റിപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫ്ലോ ചാർട്ട് ആൻഡ് അൽഗോരിതത്തിൻ്റെ. റൈറ്റ് ആൻ അൽഗോരിതം ആൻഡ് ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദ ആവറേജ് ഓഫ് മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ എ സ്റ്റുഡൻറ്റ് ഇൻ 3 സബ്ജക്ട്സ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു അൽഗോരിതം, അതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടുമാണ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് 3 സബ്ജക്ട്സിന് സ്റ്റുഡൻറ്റിന് കിട്ടിയിരിക്കുന്ന മാർക്സ് റീഡ് ചെയ്തിട്ട് അതിൽ ആവറേജ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു, അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റീഡ് ദ മാർക്സ് M1, M2 ആൻഡ് M3. ഇവിടെ M1, M2 എന്നുകൂടി ഉണ്ട് കേട്ടോ, M2 ആൻഡ് M3. നെക്സ്റ്റ് കാൽക്കുലേറ്റ് ആവറേജ് M1 + M2 + M3 ഡിവൈഡഡ് ബൈ 3 ആണ് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. Then display the average mark as average in stop. അപ്പോൾ നമ്മൾ ഈ എഴുതിയിരിക്കുന്നത് അൽഗോരിതമാണ്, നോർമൽ ലാംഗ്വേജിന് ഓർഡിനറി ലാംഗ്വേജിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നില്ല, പ്രോഗ്രാമിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പ്യൂട്ടർ ലാംഗ്വേജിൻ്റെ വേർഡ്സ് സ്റ്റേറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന ടേംസ് ഒന്നും തന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടില്ല. ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ടിന് ടെർമിനൽ സിമ്പിൾ യൂസ് ചെയ്തു, അതിനുള്ളിൽ നമ്മൾ സ്റ്റാർട്ടിന് കൊടുത്തു. ദെൻ നെക്സ്റ്റ് റീഡ് M1, M2 ആൻഡ് M3 എന്നുള്ള മാർക്സ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അടുത്തത് കാൽക്കുലേറ്റ് ആവറേജ് മാർക്ക്. ഇതിനു വേണ്ടി റെക്റ്റാങ്കുലർ സിമ്പിൾ ഉപയോഗിച്ചു. റെക്റ്റാങ്കുലർ സിമ്പിളിനുള്ളിൽ നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ഫോർത്ത് ഇത് വരുന്നത് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ആവറേജ് മാർക്ക് ഡിസ്പ്ലേ ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അപ്പം ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത് ഏതാണ്ട് മനസ്സിലായില്ലേ? നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. റൈറ്റ് ആൻ അൽഗോരിതം ടു ഡിസ്പ്ലേ ദ റിവേഴ്സ് ഓഫ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൻ്റെ റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അൽഗോരിതം എഴുതണം.
ഇപ്പോൾ ഒരു സ്ട്രിങ്ങിൻ്റെ റിവേഴ്സ് കാണണമെങ്കിൽ നമ്മൾ ആദ്യം ആ സ്ട്രിങ്ങിൻ്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ലെങ്ത് എന്താണെന്നുള്ളത് അറിയണം. അപ്പോൾ നമുക്കിവിടെ അൽഗോരിതം എഴുതുന്നു. സ്റ്റാർട്ട്, റീഡ് ദ സ്ട്രിങ് ആസ് str, കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ആസ് len. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ആസ് len. അപ്പോൾ നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ വരാം. കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഇതുവരെ പഠിക്കാത്ത ഒരാളാണ് സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു അൽഗോരിതം കാണുന്നതെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാം. എന്ത്? ഹൗ ടു കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. എങ്ങനെയാണ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൻ്റെ കേസിലാണെങ്കിൽ നമുക്കിവിടെ എങ്ങനെ കൊടുക്കാൻ പറ്റും? സി ലാംഗ്വേജ് അറിയുന്നവരാണെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ആസ് len എന്ന് പറയുമ്പോൾ len ഈക്വൽ ടു str len ഓഫ് str എന്ന് പറയാം അല്ലേ. സി ലാംഗ്വേജ് അറിയെങ്കിൽ str len എന്നുള്ളൊരു ഫംഗ്ഷനെ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാൻ പറ്റും. ഈ ഒരു ലാംഗ്വേജ് അറിയാത്ത ആളിന് ഈ ഒരു അൽഗോരിതത്തിലെ ഈ ഒരു സ്റ്റെപ്പ് എന്താണ്, കൺഫ്യൂഷൻ ഉണ്ടാക്കും അല്ലേ, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് എഴുതുകയാണെങ്കിൽ ഈ തേർഡ് സ്റ്റെപ്പ് നമ്മളെങ്ങനെ എഴുതേണ്ടി വരും? ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എല്ലിൻ്റെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യും. നമ്മൾ ഇനി ഇവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഇഫ്, അപ്പോൾ അവിടെ str എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. ഇഫ് ith ക്യാരക്ടർ, അപ്പോൾ എല്ലിൻ്റെ കൂടെ തന്നെ ഐയുടെ വാല്യൂ നമ്മൾ എന്തായിട്ട് സെറ്റ് ചെയ്തു? 0 ആയിട്ട് സെറ്റ് ചെയ്തു. ഇഫ് ith ക്യാരക്ടർ ഓഫ് str is the last character. So then go to സ്റ്റെപ്പ് ഏതാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ എൽസ് എവിടേക്കാണ് പോകേണ്ടതെന്ന് പറയുന്നു. ഗോ ടു സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഇഫ് ith ക്യാരക്ടർ ഓഫ് str, ഐയുടെ ഇനീഷ്യൽ വാല്യൂ 0 ആണ്, ith ക്യാരക്ടർ ഓഫ് str ഈസ് ദ ലാസ്റ്റ് ക്യാരക്ടർ ആണെങ്കിൽ ദെൻ ഗോ ടു സ്റ്റെപ്പ്, ഓർ എൽസ് ഗോ ടു സ്റ്റെപ്പ് 4 കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ 5 എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ ഇതിന് താഴെ എവിടെയായിട്ട് എഴുതാം. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എൻഡിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു, l ഈക്വൽ ടു l+1 ചെയ്തു. ദെൻ 6ൽ i ഈക്വൽ ടു i+1. 7th സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം? ഗോ ടു സ്റ്റെപ്പ് 4 എന്ന് കൊടുക്കണം. ഓക്കെ, ദെൻ ഗോ ടു സ്റ്റെപ്പ്. ഇപ്പോൾ ഈ ith ക്യാരക്ടർ, അതായത് നമ്മളിപ്പോൾ റീഡ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ലാസ്റ്റ് ക്യാരക്ടർ ആണെങ്കിൽ ദെൻ ഗോ ടു സ്റ്റെപ്പ് നമുക്ക് എന്ത് കൊടുക്കാം? ഗോ ടു സ്റ്റെപ്പ് 8 എന്ന് കൊടുക്കാം. 8th സ്റ്റെപ്പിലേക്ക് വരാം. അപ്പോൾ ഞാൻ റീഡ് ചെയ്തിരിക്കുന്ന ABC എന്നുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ, ഓക്കെ, str-നുള്ള വാല്യൂ ABC ആണെങ്കിൽ ഇപ്പോൾ ഇനീഷ്യൽ വാല്യൂ ഓഫ് l എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നോക്കുന്നു ith ക്യാരക്ടർ, 0th ക്യാരക്ടർ എന്താണ്? A ആണ്. ഇനി ഇവിടെ നമുക്കൊരു പ്രോബ്ലം വരാം. ith ക്യാരക്ടർ എന്ന് പറയുമ്പം സിയുടെ കേസിലാണ് അത് 0th ക്യാരക്ടറായിട്ട് എടുക്കുന്നത്. മാനുവലി ഇതെന്താണ്? ഫസ്റ്റ് ക്യാരക്ടർ. അപ്പോൾ വേണം നമുക്കിവിടെ ഐയുടെ വാല്യൂ എന്തായിട്ട് കൊടുക്കാം? 1 എന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ i ഈക്വൽ ടു 1 ആണെങ്കിൽ 1th ക്യാരക്ടർ എന്താണ്? A. അത് ലാസ്റ്റ് ക്യാരക്ടർ ആണോ? ഈ സ്ട്രിങ്ങിൻ്റെ ലാസ്റ്റ് ക്യാരക്ടർ അല്ല, അവസാനത്തെ ക്യാരക്ടറിൽ എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, 1 എന്ന് റീഡ് ചെയ്തു. ദെൻ ഐയുടെ വാല്യൂ 2 ആയി. സെക്കൻഡ് ക്യാരക്ടർ ഇസ് ദ ലാസ്റ്റ് ക്യാരക്ടർ ആണോ നോക്കി? അല്ല. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്തു, 2 ആയി. ദെൻ ഐയുടെ വാല്യൂ 3 ആയി. 3 വരുമ്പം എന്താണ് നോക്കുന്നത്? ith ക്യാരക്ടർ ഓഫ് str ഇസ് ലാസ്റ്റ് ക്യാരക്ടർ ആണ്. തേർഡ് ക്യാരക്ടർ C ഈസ് ദ ലാസ്റ്റ് ക്യാരക്ടർ. C ലാസ്റ്റ് ക്യാരക്ടർ ആണ്. അപ്പോൾ നമുക്ക് ലെങ്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്ര കിട്ടുന്നത്? 2 എന്നേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ലെങ്ത്തിൻ്റെ ഇനീഷ്യൽ വാല്യൂ നമുക്ക് എന്തായിട്ട് സെറ്റ് ചെയ്യാം? 1 ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റിൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. 0 ആണെങ്കിൽ ഐയുടെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ലെങ്ത്തിൻ്റെ വാല്യൂ ഇവിടെ 0 ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സിയിലാണ് ഇത് ലാസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ സ്ട്രിങ്ങിൻ്റെ അവസാനം എന്താ ഉണ്ടാവുക? /0 ഉണ്ടാവും. അപ്പോൾ ith ക്യാരക്ടർ C ലാസ്റ്റ് ക്യാരക്ടർ ആണോ ചെക്ക് ചെയ്തു, അപ്പോൾ അല്ല. അപ്പോൾ എന്ത് ചെയ്തു? എല്ലിൻ്റെ വാല്യൂ ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്തു, L 3 ആയിട്ട് സെറ്റ് ചെയ്തു. i ഈക്വൽ ടു i+1 എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ 4 ആയി. 4th ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദ ലാസ്റ്റ് ക്യാരക്ടർ, അവസാനത്തെ ക്യാരക്ടറാണ്.
അപ്പോൾ നമുക്ക് ലെങ്ത് എന്തായിട്ട് കിട്ടി 3 എന്ന് കിട്ടി. ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് ഇവിടെ എനിക്ക് നേരെ എന്താണ് എഴുതിയിരിക്കുന്നത്, കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് സ്ട്രിങ് ആസ് LEN എന്ന് പറഞ്ഞിട്ടാണ് റീഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തു. ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ABC എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് വാല്യൂ ആണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ABC ആണെങ്കിൽ ഇവിടെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് കിട്ടിയത് 3 എന്നാണ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ STR എന്ന് പറയുന്ന അറേ ആയിട്ടാണ് എടുക്കുന്നത്. സിയുടെ കേസിൽ അറേ സ്റ്റാർട്ട് ചെയ്യുന്ന 0 ആണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന 0, 1, 2 ഈ ഒരു ലൊക്കേഷനിലായിരിക്കും വാല്യൂസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ റിവേഴ്സ് കാണണം. റിവേഴ്സ് കാണാനുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമുക്ക് റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി റിവേഴ്സ് സ്ട്രിങ് എന്ന് പറയുന്ന അറേയാണ്. ആ അറേയിലേക്ക് വേണ്ടിയിട്ട് ഐയുടെ വാല്യൂ എന്തായിട്ട് സെറ്റ് ചെയ്തു, 0 ആയിട്ട് സെറ്റ് ചെയ്തു. അല്ലെങ്കിൽ റിവേഴ്സ് സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ 0th പൊസിഷനിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഐയുടെ വാല്യൂ 0 ആക്കി. ദെൻ നമുക്കിവിടെ 0 വെച്ചിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. 0, 1, 2 വരെ വേണ്ടുള്ളൂ. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 3 ആണ്. 3യുടെ വാല്യൂ 1 മൈനസ് ചെയ്തു. LEN = LEN - 1. അപ്പോൾ LENൻ്റെ വാല്യൂ ഇനി എന്തായിരിക്കും ഉണ്ടാവുന്നത്, നമ്മൾ LENൻ്റെ വാല്യൂ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മൾ കൊടുത്ത ക്യാരക്ടറെങ്കിൽ LENൻ്റെ വാല്യൂ എന്തായിട്ട് സെറ്റ് ചെയ്യും, 2 ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് റിപ്പീറ്റ് സ്റ്റെപ്പ് 6 to 9 while LEN ≥ 0. LENൻ്റെ വാല്യൂ > 0 ആണെങ്കിൽ 6 to 9 വരെയുള്ള സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം. എന്താണ് ചെയ്യുന്നത്, RSTR അതിൻ്റെ വാല്യൂ ഐയുടെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം RSTR ഓഫ് 0, അതായത് നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം, ഇതാണ് RSTR എന്ന് പറയുന്നതെങ്കിൽ ഈ ഒരു അറേയുടെ 0th ലൊക്കേഷനിലേക്ക് നമ്മൾ എന്തിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്തു, STR-LENൻ്റെ സെക്കൻഡ് പൊസിഷനിൽ. LENൻ്റെ വാല്യൂ 2 അല്ലേ, അപ്പോൾ LENൻ്റെ സെക്കൻഡ് പൊസിഷനിലുള്ള വാല്യൂ സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് സ്റ്റോർ ചെയ്തു, C എന്ന് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്, LENൻ്റെ വാല്യൂ എന്ന് മൈനസ് ചെയ്തു. അപ്പോൾ LEN എന്നുള്ള ഈ ഒരു ഇതിൻ്റെ വാല്യൂ എന്തായിട്ട് സെറ്റ് ചെയ്തു, 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ I എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ എന്തായിട്ട് വന്നു, I = 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, 6 to 9 ആണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, 6 to 9 അല്ല, 6 to 8 ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ 8 സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞാൽ തിരിച്ചെങ്ങോട്ട് വരും, 6th സ്റ്റെപ്പിലേക്ക് വീണ്ടും വരും. ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്തു LEN > 0 ആണോ നോക്കി. അപ്പോൾ LENൻ്റെ വാല്യൂ 1 അല്ലേ, 1 > 0 ആയതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പിലേക്ക് വീണ്ടും വരണം. അപ്പോൾ എന്ത് ചെയ്യും, STR-I എന്ന് പറയുന്നത് 1th ലൊക്കേഷനിലേക്ക് LENൻ്റെ വാല്യൂ 1 ആണ്, 1ലുള്ള വാല്യൂ P എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തു. ഓക്കെ, ദെൻ LENൻ്റെ വാല്യൂ ഒന്നുകൂടി മൈനസ് ചെയ്യുമ്പോൾ LEN എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. ഐയുടെ വാല്യൂ ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പം ഐയുടെ വാല്യൂ 2 ആയി. ദെൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ട് LEN > 0 ആണ് നോക്കി, = 0 ആണ്. = 0 ആകുമ്പം എന്താണ് വരുന്നത്, ഐയുടെ വാല്യൂ എന്താണ്, 2 ആണ്. 2 സെക്കൻഡ് പൊസിഷനിലേക്ക് STRൻ്റെ 0th പൊസിഷനിലുള്ള വാല്യൂ, 0th പൊസിഷനിലുള്ള വാല്യൂ എന്താണ്, A. അപ്പോൾ A എന്നുള്ള വാല്യൂ ഇവിടേക്ക് റൈറ്റ് ചെയ്തു. ഓക്കെ, ദെൻ വീണ്ടും ഇവിടെ LENൻ്റെ വാല്യൂ ഒന്നുകൂടി മൈനസ് ചെയ്തു. അപ്പോൾ -1 എന്ന് വന്നു. ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു, ഐയുടെ വാല്യൂ 3 ആയി. ഇനി എന്താ ചെയ്യുന്നത്, റിപ്പീറ്റ് സ്റ്റെപ്പ് 6 to 8 while LEN > 0. LEN > 0 അല്ല, അതുകൊണ്ട് 9th സ്റ്റെപ്പിലേക്ക് വന്നു. 9th സ്റ്റെപ്പിൽ എന്താ ചെയ്തിരിക്കുന്നത്, RSTR-I എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ 3 ആണ്. 3rd പൊസിഷനിലേക്ക് എന്ത് സ്റ്റോർ ചെയ്യണം, /0 സ്റ്റോർ ചെയ്തു. /0 എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് സ്ട്രിങ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്, ഡിസ്പ്ലേ RSTR-നെ ഡിസ്പ്ലേ ചെയ്യുക ആസ് ദ റിവേഴ്സ് ഓഫ് ദ സ്ട്രിങ്ങിൻ്റെ റിവേഴ്സ് ആയിട്ട്. ദെൻ അതിന് ശേഷം സ്റ്റോപ്പ് ചെയ്തു. നമ്മളിതിൻ്റെ അൽഗോരിതം ഒന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, റീഡ് ദ സ്ട്രിങ്. അപ്പോൾ എന്ത് കൊടുക്കണം, പാരലലോഗ്രാം കൊടുത്തു, റീഡ് ദ സ്ട്രിങ് ആസ് STR. കാൽക്കുലേറ്റ് ചെയ്യുന്ന ലെങ്ത് ഓഫ് ദ സ്ട്രിങ് കാൽക്കുലേറ്റ് ചെയ്യാൻ റെക്റ്റാങ്കിൾ കൊടുത്തു. അതിനുള്ളിൽ തന്നെ ഇപ്പോൾ ഈ 3rd and 4th സ്റ്റെപ്പ് ഇവിടേക്ക് നമുക്ക്
ഗോട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഇൻഡിപെൻഡൻറ്റ് സ്റ്റെപ്സ് ആയതുകൊണ്ട് നമുക്ക് ഈ സ്റ്റെപ്സിനെ രണ്ടിനെ കൂടി എന്ത് ചെയ്യാം, ഒരു റെക്റ്റാങ്കിളിനുള്ളിൽ റൈറ്റ് ചെയ്യാൻ പറ്റും. LAN equal to STR, LAN of STR, then I initialize ചെയ്തു, I equal to 0, then length ഒന്ന് നമ്മൾ മൈനസ് ചെയ്തു, LAN equal to LAN minus 1. ഇത് രണ്ടും സെയിം തന്നെയാണ്. then നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഈസ് LAN ലെസ് ദാൻ 0, ഈസ് LANൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണ് നോക്കി. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന വൈൽ len ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0, ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ LAN ലെസ് ദാൻ 0 ആണ്. ഓക്കെ, LAN ലെസ് ദാൻ 0 ആണെങ്കിൽ, യെസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, LAN 0 ആണെങ്കിൽ ഡിസ്പ്ലേ STR as the reverse of the string എന്ന് പറയണം. നോ ആണെങ്കിലാണ് നമുക്ക് ഇത്രയും സ്റ്റെപ്സ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് LAN ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്, RSTRൻ്റെ ലാസ്റ്റ് ക്യാരക്ടറായിട്ട് നൾ ക്യാരക്ടറിനെ സെറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് എന്താണ്, ഡിസ്പ്ലേ ചെയ്തു, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ LAN ലെസ് ദാൻ 0 അല്ല എങ്കിൽ, നോ ആണെങ്കിൽ എന്ത് ചെയ്യും, നോ ആണെങ്കിൽ RSTR of I equal to STR LAN എന്ന് കൊടുത്തു, LAN equal to LAN minus 1, I equal to I plus 1, അതായത് ഇത്രയും സ്റ്റെപ്സ് അതിനകത്ത് എഴുതി then എന്ത് ചെയ്തു, റിപ്പീറ്റ് ചെയ്തു. ലൂപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ റിപ്പീറ്റേഷൻ ശരിക്കും ഇങ്ങനെ ഈ സൈഡിൽ കൂടി അല്ല ഇവിടെ കൊടുക്കണം. ഞാനിവിടെ ഈ ഒരു ഡയഗ്രത്തിനകത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഫ്ലോ ചാർട്ട് വരയ്ക്കണമെന്നുള്ള ഏകദേശം മനസ്സിലായില്ലേ?